സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വൻഇടിവ്. കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണ്ണത്തിന് 3160 രൂപയാണ് കുറഞ്ഞത്. ഈ മാസം തുടക്കം മുതൽ വിലയിടിവിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ ഒറ്റ ദിവസം മാത്രമാണ് മുന്നേറ്റം കാഴ്ചവെച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് വമ്പൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിലുണ്ടായ തകർച്ചയ്ക്ക് പിന്നാലെ കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണ്ണത്തിന് 3160 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇതോടെ പവൻ വില ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 1,09,160 രൂപയിലെത്തി. ഗ്രാമിന് 395 രൂപ കുറഞ്ഞ് 13,645 രൂപയുമായി. ഈ മാസം തുടക്കം മുതൽ സ്വർണ്ണവില ഇടിയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം മാത്രമാണ് വിലയിൽ ചെറിയ മുന്നേറ്റമുണ്ടായത്. 1,14,560 രൂപയിലാണ് ജൂൺ 1 സ്വർണ്ണ വ്യാപാരം നടന്നത്. അവിടെ നിന്നാണ് സ്വർണ്ണവിലയിൽ വലിയ ഇടിവിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള സാമ്പത്തിക ഘടകങ്ങളും US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ ദീർഘകാലം ഉയർന്ന നിലയിൽ നിലനിർത്തിയേക്കുമെന്ന സൂചനകളുമാണ് സ്വർണ്ണവില ഇടിയാൻ കാരണമായത്. ഇന്നലെ രാവിലെ വില നിശ്ചയിക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില $4,342 ആയിരുന്നത് ഇന്ന് $4,178 താഴ്ന്നു. 95.6 ആയിരുന്ന രൂപയുടെ മൂല്യം 95.44 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 320 രൂപ ഇടിഞ്ഞ് 11,215 രൂപയായി. 14 കാരറ്റ് ഗ്രാമിന് 250 രൂപ താഴ്ന്ന് 8,735 രൂപയും 9 കാരറ്റ് ഗ്രാമിന് 165 രൂപ കുറഞ്ഞ് 5,630 രൂപയുമായി. വെള്ളിവിലയിലും ഇന്ന് ഇടിവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 250 രൂപയായി. അമേരിക്കയിൽ പണപ്പെരുപ്പം വീണ്ടും വർദ്ധിക്കുമെന്ന ആശങ്കയും പുറത്തുവരാനിരിക്കുന്ന US ഉപഭോക്തൃ വില സൂചിക കണക്കുകളും നിക്ഷേപകരെ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. പണപ്പെരുപ്പ നിരക്കുകൾ ഉയർന്ന നിലയിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ നടപടിയെന്നോണം ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്കുകൾ ഉയർത്തുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ഉയർന്ന നിരക്ക് ദീർഘകാലത്തേക്ക് നിലനിർത്തുകയോ ചെയ്യുമെന്ന വിലയിരുത്തലുകൾ ശക്തമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില 11 ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിരക്കിലേക്കാണ് എത്തിയിരിക്കുന്നത്. US ഇറാൻ തർക്കങ്ങളെ തുടർന്ന് ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വർധനയും ആഗോള പണപ്പെരുപ്പ ഭീതി ഇരട്ടിയാക്കിയിട്ടുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.